Hi friends, welcome to my channel. I am Arathi. So, ഇന്ന് തൊട്ട് നമ്മളുടെ 30 days crash course ഇവിടെ സ്റ്റാർട്ട് ചെയ്യാണ്. കൊമേഴ്സിൽ 10 modules ആണുള്ളത്. ആദ്യമേ തന്നെ ആ 10 modules ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ ബിസിനസ് എൻവയോൺമെൻറ്റ് ആൻഡ് ഇൻ്റർനാഷണൽ ബിസിനസ്, ദെൻ അക്കൗണ്ടിങ് ആൻഡ് ഓഡിറ്റിംഗ്, ബിസിനസ് ഇക്കണോമിക്സ്, ബിസിനസ് ഫിനാൻസ്, ബിസിനസ് സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് റിസർച്ച് മെത്തേഡ്സ്, ബാങ്കിങ് ആൻഡ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, business management and human resource management, marketing management, legal aspect of business, then income tax and corporate tax planning. ഇത് ഇത്രയുമാണ് 10 modules. ആദ്യത്തേക്കൊരു പാറ്റേൺ ഓരോ മൊഡ്യൂൾസിൽ നിന്നും 5 ഈച്ച് ക്വസ്റ്റ്യൻസ് ആയിരുന്നു. ബട്ട് ഒരു ലാസ്റ്റ് 2-3 എക്സാംസ് എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ആ ഒരു പാറ്റേൺ അല്ല. ഒരു ചില മൊഡ്യൂൾസിൽ നിന്ന് മോർ ദാൻ 5 ക്വസ്റ്റ്യൻസ് വരെ ചോദിച്ച് കാണാറുണ്ട്. ഇനി ഈ 10 മൊഡ്യൂൾസിൽ കുറച്ച് മൊഡ്യൂൾസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മൊഡ്യൂൾസാണ്. കൂടുതൽ ക്വസ്റ്റ്യൻസ് അതിൽ നിന്ന് ചോദിക്കാറുണ്ട്. അതുപോലെ തന്നെ മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് എളുപ്പമുള്ള കുറച്ച് മൊഡ്യൂൾസ് ഉണ്ട്. ട്വിസ്റ്റഡ് ആയിട്ട് ഒന്നും അതിൽ നിന്ന് ചോദിക്കാനില്ല. എസ്പെഷ്യലി ലാസ്റ്റത്തെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ട്വിസ്റ്റഡ് ആയിട്ട് ഒന്നും ചോദിച്ചിട്ടില്ല. എന്ത് നമ്മൾ പഠിക്കുന്നോ അത് നമുക്ക് അതുപോലെ തന്നെ അറ്റൻഡ് ചെയ്യാനായിട്ട് സാധിക്കുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. സോ അങ്ങനെയുള്ള കുറച്ച് മൊഡ്യൂൾസാണ് ഇൻകം ടാക്സ്, അക്കൗണ്ടിങ് ആൻഡ് ഓഡിറ്റിംഗ്, ബിസിനസ് ഫിനാൻസ്, ദെൻ ബിസിനസ് സ്റ്റാറ്റിസ്റ്റിക്സ്, ലീഗൽ ആസ്പെക്ട്സ്. ഇതൊക്കെ നമുക്ക് വളരെ എളുപ്പത്തിൽ മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന മൊഡ്യൂൾസാണ്. സോ ഞാൻ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നതും ഇങ്ങനെയുള്ള മൊഡ്യൂൾസിൽ നിന്നാണ്. ഇന്നിപ്പോൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന ഫസ്റ്റത്തെ മൊഡ്യൂൾ നമുക്കറിയാം. ഒരു ബിസിനസ്സിൻ്റെ ലൈഫ് ബ്ലഡ് എന്ന് പറയുന്നത് എന്താണ്? ഫിനാൻസ് ആണ്. ഫിനാൻസ് ഇല്ലാണ്ട് അതിന് മൂവ് ചെയ്യാനായിട്ട് സാധിക്കില്ല. സോ ഫിനാൻസിൽ റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും എവിടെ നിന്നൊക്കെയാണ് കിട്ടുന്നത് ഫണ്ട്, അല്ലെങ്കിൽ സോഴ്സസ് എന്തൊക്കെയാണ്, എങ്ങനെയാണ് ഇത് എഫക്റ്റീവ് യൂട്ടിലൈസ് ചെയ്യുന്നത്, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഡീൽ ചെയ്യുന്ന ഒരു ഏരിയയാണ് ബിസിനസ് ഫിനാൻസ് എന്ന് പറയുന്നത്. സോ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന ആദ്യത്തെ മൊഡ്യൂൾ യൂണിറ്റ് 4 ബിസിനസ് ഫിനാൻസ് ആണ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു യൂണിറ്റാണ്. അതിൽ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ഉണ്ട്. ക്യാപിറ്റൽ സ്ട്രക്ചർ, കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിൻ്റെ കമ്പ്യൂട്ടേഷൻ, ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ്, ഡിവിഡൻഡ് ഡിസിഷൻ തിയറീസ്, ഇതൊക്കെയാണ് മെയിനായിട്ട് ഈ ഒരു മൊഡ്യൂളിൽ വരുന്നത്. സോ നമുക്ക് ഓരോന്നും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വെച്ചിട്ട് ഓരോ ടോപ്പിക്സും നോക്കാം. അതിന് മുൻപ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സോ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. Which of the following is not an approach to capital structure? Option 1, gross profit approach. 2, net operating income approach. 3, net income approach. 4th one, MM approach. താഴെ കൊടുത്തേക്കുന്നവയിൽ ക്യാപിറ്റൽ സ്ട്രക്ചറിൻ്റെ അപ്രോച്ചസ് അല്ലാത്തത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസറിലേക്ക് പോകുന്നതിന് മുൻപ് എന്താണ് ക്യാപിറ്റൽ സ്ട്രക്ചർ എന്നും ക്യാപിറ്റൽ സ്ട്രക്ചറിൻ്റെ അപ്രോച്ചസ് അല്ലെങ്കിൽ തിയറീസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഒരു ഫേമിൽ യൂസ് ചെയ്യുന്ന എല്ലാ ലോങ് ടേം സോഴ്സ് ഓഫ് ഫണ്ടിൻ്റെ കോമ്പിനേഷനെയാണ് ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് മീൻ ചെയ്യുന്നത്. ലോങ് ടേം സോഴ്സ് ഓഫ് ഫണ്ടിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് ഇക്വിറ്റി ഷെയർസ്, പ്രിഫറൻസ് ഷെയർസ്, ഡിബെഞ്ചേഴ്സ്, ലോൺസ്, റിസർവ് ആൻഡ് സർപ്ലസ്, ഇങ്ങനെയുള്ള എല്ലാ സോഴ്സ് ഓഫ് ഫണ്ടിൻ്റെ കോമ്പിനേഷനെയാണ് ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഒരു ഫേമിൽ ഇക്വിറ്റി ഷെയർസിനോടൊപ്പം തന്നെ ഡെപ്റ്റും യൂസ് ചെയ്യുവാണെങ്കിൽ അതിനെ പറയുന്ന ടേം ഫിനാൻഷ്യൽ ലിവറേജ്. ക്യാപിറ്റൽ സ്ട്രക്ചർ തിയറീസ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഡെപ്റ്റും ഇക്വിറ്റിയും തമ്മിലുള്ള റിലേഷൻഷിപ്പും പിന്നെ എങ്ങനെയാണ് ഡെപ്റ്റ് ഇക്വിറ്റി മിക്സ് വാല്യൂ ഓഫ് ദ ഫേമിനെ ഇഫക്റ്റ് ചെയ്യുന്നത്. ക്യാപിറ്റൽ സ്ട്രക്ചർ തിയറീസ് ബിൽഡ് ചെയ്തിരിക്കുന്നത് ചില അസംഷൻസിനെ ബേസ് ചെയ്തിട്ടാണ്. ഒന്ന്, ഫേമിൽ 2 സോഴ്സ് ഓഫ് ഫണ്ട് മാത്രമാണുള്ളത്, ഡെപ്റ്റും ഇക്വിറ്റി. ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷനിൽ യാതൊരുവിധ ചേഞ്ചസും വരുന്നില്ല, ടാക്സ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല, റീറ്റെയിൻഡ് ഏർണിങ്സ് ഇല്ല, കിട്ടുന്ന പ്രോഫിറ്റ് ഫുൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുവാണ്, ദെൻ ബിസിനസ് റിസ്ക്കും ഫിനാൻസിങ് മിക്സിനെ ഇഫക്റ്റ് ചെയ്യുന്നില്ല. ഇതൊക്കെയാണ് ക്യാപിറ്റൽ സ്ട്രക്ചർ തിയറീസിൻ്റെ അസംഷൻസ് ആയിട്ട് വരുന്നത്. 4 ക്യാപിറ്റൽ സ്ട്രക്ചർ തിയറീസ് ആണുള്ളത്. നെറ്റ് ഇൻകം അപ്രോച്ച്, നെറ്റ് ഓപ്പറേറ്റിംഗ് ഇൻകം അപ്രോച്ച്, ട്രഡീഷണൽ അപ്രോച്ച്, മോഡിഗ്ലിയാനി ആൻഡ് മില്ലർ അപ്രോച്ച്. ഇനി ഓരോ തിയറീസും ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. നെറ്റ് ഇൻകം അപ്രോച്ച് സജസ്റ്റ് ചെയ്തത് ഡേവിഡ് ഡൂറൻ്റ് ആണ്. ഈ തിയറിയിൽ പറയുന്നത് ഒരു ഫേമിൽ ഡെപ്റ്റ് ഇൻക്ലൂഡ് ചെയ്യുവാണെങ്കിൽ, കൂടുതൽ യൂസ് ചെയ്യുവാണെങ്കിൽ ആ ഫേമിൻ്റെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ മിനിമൈസ് ചെയ്യാനും വാല്യൂ ഓഫ് ദ ഫേം കൂട്ടാനും സാധിക്കും. അറ്റ് ദ സെയിം ടൈം ഡെപ്റ്റിൻ്റെ പ്രപ്പോർഷൻ റെഡ്യൂസ് ചെയ്താൽ
കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഇൻക്രീസ് ആവുകയും വാല്യൂ ഓഫ് ദ ഫേം കുറയുകയും ചെയ്യും. എങ്ങനെയാണ് ഡെപ്റ്റ് കൂടുതൽ യൂസ് ചെയ്താൽ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കുറയ്ക്കാനും വാല്യൂ ഓഫ് ദ ഫേം കൂട്ടാനും സാധിക്കുന്നത്? ഇതിന് 2 റീസൺസ് ആണ് ഡേവിഡ് ഡ്യൂറന്റ് സജസ്റ്റ് ചെയ്തത്. ഫസ്റ്റ് റീസൺ, കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് ഒരു ചീപ്പർ സോഴ്സ് ഓഫ് ഫണ്ടാണ്. കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് എന്ന് പറയുന്നത് ഇൻട്രസ്റ്റ് ആണ്, അത് ഒരു ചീപ്പർ സോഴ്സ് ഓഫ് ഫണ്ടാണ്. സെക്കൻഡ് റീസൺ, ടാക്സ് അഡ്വാൻറ്റേജ് ആണ്. ഈ കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് അതായത് ഇൻട്രസ്റ്റ് ഒരു ഡിഡക്റ്റബിൾ എക്സ്പെൻസ് ആണ്. സോ ഈ 2 റീസൺസ് കാരണമാണ് ഡെപ്റ്റ് കൂടുതൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ മിനിമൈസ് ചെയ്യാനും വാല്യൂ ഓഫ് ദ ഫേം കൂട്ടാനും സാധിക്കുന്നത്. സെക്കൻഡ് വൺ, നെറ്റ് ഓപ്പറേറ്റിംഗ് ഇൻകം അപ്രോച്ചും സജസ്റ്റ് ചെയ്തത് ഡേവിഡ് ഡ്യൂറന്റ് തന്നെയാണ്. ഈ തിയറി നെറ്റ് ഇൻകം അപ്രോച്ചിൻ്റെ ഓപ്പോസിറ്റ് ആണ്. ഇതിൽ പറയുന്നത് ഫേമിൻ്റെ ക്യാപിറ്റൽ സ്ട്രക്ചറിൽ എന്തൊക്കെ ചേഞ്ചസ് വരുത്തിയാലും അത് ഫേമിൻ്റെ വാല്യൂവിനെ എഫക്റ്റ് ചെയ്യില്ല. ഫിനാൻസിങ് മിക്സ് ഇറലവൻ്റ് ആണ് എന്നാണ് നെറ്റ് ഓപ്പറേറ്റിംഗ് ഇൻകം അപ്രോച്ചിൽ പറയുന്നത്. അതിനുള്ള റീസൺ ഇതാണ്, ഡെപ്റ്റ് കൂടുതൽ യൂസ് ചെയ്യും തോറും ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിൻ്റെ റിസ്ക് കൂടുവാണ്. സോ അവർ കൂടുതൽ ഡിവിഡൻഡ് എക്സ്പെക്റ്റ് ചെയ്യാനും ഡിമാൻഡ് ചെയ്യാനും തുടങ്ങും. അതിനാൽ ഡെപ്റ്റ് യൂസ് ചെയ്യുന്നത് വഴി കിട്ടുന്ന ആ ഒരു അഡ്വാൻറ്റേജ് ഈ ഡിവിഡൻഡ് പേയ്മെൻറ്റിലൂടെ ഓഫ്സെറ്റായി മാറുകയാണ്, ഇല്ലാതായി മാറുകയാണ്. സോ അതുകൊണ്ടാണ് ക്യാപിറ്റൽ സ്ട്രക്ചറിൽ എന്തൊക്കെ ചേഞ്ചസ് വരുത്തിയാലും അത് വാല്യൂവിനെ ഇഫക്റ്റ് ചെയ്യില്ല എന്ന് ഈ തിയറിയിൽ പറഞ്ഞിരിക്കുന്നത്. നെക്സ്റ്റ് ഇസ് ട്രഡീഷണൽ അപ്രോച്ച്. ട്രഡീഷണൽ അപ്രോച്ചിനെ ഇൻ്റർമീഡിയറ്റ് അപ്രോച്ച് എന്നും പറയും. ഇത് നെറ്റ് ഇൻകത്തിൻ്റെയും നെറ്റ് ഓപ്പറേറ്റിംഗ് ഇൻകം അപ്രോച്ചിൻ്റെയും ഒരു മിഡ് വേ ആണ്. ഈ തിയറിയിൽ പറയുന്നത് ഫേമിൽ ഡെപ്റ്റ് യൂസ് ചെയ്യുന്നത് വഴി കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഒരു സർട്ടൺ പോയിന്റ് വരെയും ഡിക്രീസ് ചെയ്യാൻ സാധിക്കും. എന്നാൽ ആ പോയിന്റിന് ശേഷം വീണ്ടും കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കൂടാൻ തുടങ്ങും. അതുകൊണ്ടാണ് നെറ്റ് ഇൻകത്തിൻ്റെയും നെറ്റ് ഓപ്പറേറ്റിംഗ് ഇൻകത്തിൻ്റെയും ഒരു മിഡ് വേ ആണെന്ന് ഈ ട്രഡീഷണൽ അപ്രോച്ചിനെ പറയുന്നത്. ദെൻ ദ ലാസ്റ്റ് വൺ ഇസ് മോഡിഗ്ലിയാനി ആൻഡ് മില്ലർ അപ്രോച്ച്. ഇത് സജസ്റ്റ് ചെയ്തത് ഫ്രാങ്കോ മോഡിഗ്ലിയാനി ആൻഡ് മർട്ടൻ മില്ലർ ആണ്. ഇതിൽ 2 പ്രപ്പോസിഷൻസ് ആണുള്ളത്. ടാക്സ് ഇഗ്നോർ ചെയ്താൽ എങ്ങനെ, ടാക്സ് കൺസിഡർ ചെയ്യുവാണെങ്കിൽ എങ്ങനെയാണ്. ടാക്സ് ഇല്ല, ടാക്സ് കൺസിഡർ ചെയ്യുവാണെങ്കിൽ ഈ തിയറി നെറ്റ് ഓപ്പറേറ്റിംഗ് ഇൻകം അപ്രോച്ചിനോട് സിമിലർ ആണ്. അതായത് ക്യാപിറ്റൽ സ്ട്രക്ചറിൽ എന്തൊക്കെ ചേഞ്ചസ് വരുത്തിയാലും അത് വാല്യൂ ഓഫ് ദ ഫേമിനെ ഇഫക്റ്റ് ചെയ്യില്ല. ടാക്സ് എക്സിസ്റ്റ് ചെയ്യുവാണെങ്കിൽ ഈ തിയറി നെറ്റ് ഇൻകം തിയറിനോട് സിമിലർ ആണ്. വാല്യുവേഷൻ ഓഫ് ദ ഫേം റെലവൻ്റ് ആണ്. ക്യാപിറ്റൽ സ്ട്രക്ചറിൽ എന്തൊക്കെ ചേഞ്ചസ് വരുത്തിയാലും അത് വാല്യൂ ഓഫ് ദ ഫേമിനെ ഇഫക്റ്റ് ചെയ്യും എന്നാണ് ഈ സെക്കൻഡ് പ്രപ്പോസിഷനിൽ പറയുന്നത്. ഇതാണ് MM അപ്രോച്ച്. സോ ഇത്രയുമാണ് തിയറീസ്. അപ്പോൾ നമ്മുടെ ക്വസ്റ്റിൻ്റെ ആൻസർ വരുന്നത് ഫസ്റ്റ് ഓപ്ഷൻ ഗ്രോസ് പ്രോഫിറ്റ് അപ്രോച്ചാണ്. ഇനി പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ നിന്ന് എടുത്തിട്ടുള്ള കുറച്ച് MCQs ആണ്. ആദ്യത്തേത് ഒരു അസർഷൻ റീസൺ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. According to NI approach, capital structure decision is relevant in valuation of firm. Reason, a firm can change its total value and its overall cost of capital by change in degree of leverage in its capital structure. Answer assertion ഇവിടെ പറഞ്ഞിരിക്കുന്നതാണ് നെറ്റ് ഇൻകം അപ്രോച്ച്. അതിൽ ക്യാപിറ്റൽ സ്ട്രക്ചർ ഡിസിഷൻ റെലവൻ്റ് ആണ്, വാല്യുവേഷൻ ഓഫ് ദ ഫേമിന് റെലവൻ്റ് ആണ്. അതിന് റീസൺ ആയിട്ട് പറഞ്ഞിരിക്കുന്നത് ഇതാണ്, ക്യാപിറ്റൽ സ്ട്രക്ചറിൽ ഡെപ്റ്റ് കൂടുതൽ യൂസ് ചെയ്താൽ അത് വാല്യൂവിനെയും കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിനെയും ഇഫക്റ്റ് ചെയ്യും, ചേഞ്ചസ് വരുത്താനായിട്ട് സാധിക്കും എന്നാണ് റീസൺ പറഞ്ഞിരിക്കുന്നത്. സോ നമ്മളുടെ ഓപ്ഷൻ 1 ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. അതായത് ബോത്ത് A and R are correct and R is the right explanation of A. Second question, cost of capital decline when the degree of financial leverage increases. Who advocated it? ഫിനാൻഷ്യൽ ലിവറേജ് ഇൻക്രീസ് ചെയ്താൽ, ഡെപ്റ്റ് ഇൻക്രീസ് ചെയ്താൽ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഡിക്ലൈൻ ചെയ്യും, കുറയും. ഇതും ഏത് തിയറി തന്നെയാണ്? സെക്കൻഡ് ഓപ്ഷൻ നെറ്റ് ഇൻകം അപ്രോച്ച്. Third question, overall capitalization rate and cost of debt remain constant for all degrees of financial leverage is advocated by. എല്ലാ ഫിനാൻഷ്യൽ ലിവറേജിൽ എന്തൊക്കെ ചേഞ്ചസ് വരുത്തിയാലും കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് കോൺസ്റ്റൻ്റ് ആയിട്ടിരിക്കും, യാതൊരുവിധ ചേഞ്ചസും വരില്ല എന്ന് പറഞ്ഞത്
തേർഡ് ഓപ്ഷനാണ് ഇവിടെ വരുന്നത്. നെറ്റ് ഓപ്പറേറ്റിംഗ് ഇൻകം അപ്രോച്ചിലാണ് ഈ ഒരു കാര്യം സജസ്റ്റ് ചെയ്തിരിക്കുന്നത്. ദെൻ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അണ്ടർ വിച്ച് ഓഫ് ദ ഫോളോയിങ് അപ്രോച്ചസ് കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ഈസ് അസ്യൂംഡ് ടു ഇൻക്രീസ് ലീനിയർലി വിത്ത് ലിവറേജ്, ദാറ്റ് ഇസ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ റിമൈൻ കോൺസ്റ്റൻറ്റ് വിത്ത് ഇൻക്രീസ്ഡ് യൂസ് ഓഫ് ലിവറേജ്. ഇതും കഴിഞ്ഞ ക്വസ്റ്റ്യനോട് സിമിലർ ആണ്. ലിവറേജ് കൂടിയിട്ടുണ്ടെങ്കിൽ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കോൺസ്റ്റൻ്റ് ആയിട്ടിരിക്കും, ഒരു ചേഞ്ചസും വരില്ല എന്ന് പറഞ്ഞതും ഏത് തിയറിയാണ്? നെറ്റ് ഓപ്പറേറ്റിംഗ് ഇൻകം അപ്രോച്ച്. അപ്പോൾ തേർഡാണ് ഇവിടുത്തെ ആൻസർ. ഇവിടെ വേറൊരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്, വാൾട്ടേഴ്സ് അപ്രോച്ച്. വാൾട്ടേഴ്സ് അപ്രോച്ച് എന്ന് പറയുന്നത് ഡിവിഡൻഡ് ഡെസിഷൻ തിയറിയിൽ വരുന്നതാണ്. അത് ഇനിയൊരു ക്ലാസ്സിലെ വീഡിയോയിൽ ആ ഡിവിഡൻഡ് ഡെസിഷൻ തിയറീസ് ഇൻക്ലൂഡ് ചെയ്യുന്നതാണ്. സോ ക്യാപിറ്റൽ സ്ട്രക്ചർ തിയറീസ് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇതിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ ഷുവറാണ്, എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്നും ഒരു ക്വസ്റ്റ്യൻ ഇതിൽ നിന്ന് ചോദിക്കാറുള്ളതാണ്. സോ അടുത്ത ക്ലാസ്സിൽ നെക്സ്റ്റ് ഒരു ടോപ്പിക്കിന് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോ ആയിട്ട് വരുന്നതാണ്. താങ്ക് യു.